നിങ്ങളേവരും ആകാംക്ഷയോട് കാത്തിരുന്ന മലയടി രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മലയടി രാധാകൃഷ്ണനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മണിയായി മോനെ, എല്ലാരും അയ്യോ സാർ അങ്ങനെ സാറേ, ഇപ്പൊ ഗാനമേള തുടങ്ങിയുള്ളൂ സാറേ. ഇവിടെ തുടങ്ങാനുമുള്ള തുടങ്ങിയില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്തിന് കഴിഞ്ഞാൽ ഭയങ്കര കർക്കശക്കാരൻ. 10 മണി കഴിഞ്ഞാൽ പരിപാടി നടക്കും. സാറേ 1.5 ലക്ഷം രൂപ മുടക്കിയതാണ് സാർ, പ്ലീസ് നിർത്തി വെക്കാം. എത്ര രൂപ മുടക്കിയാലും 10 മണി കഴിഞ്ഞാൽ നടക്കില്ല. അതെ, മണി 10 9 കഴിഞ്ഞതേ ഉള്ളൂ. 9 കഴിഞ്ഞതേ ഉള്ളൂ. 9 കഴിഞ്ഞുള്ളൂ. അതാ നോക്കി 9 കഴിഞ്ഞുള്ളെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറിന് ഗാനമേള അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. കാരണം സമയത്തിന് കഴിഞ്ഞാൽ ഭയങ്കര കർക്കശക്കാരൻ. അത് എന്റെ ഭാഗത്തുള്ള തെറ്റാണെങ്കിലും എനിക്ക് ഈ വാച്ച് വേണ്ട. കാരണം സമയത്തിന്റെ കാര്യത്തിൽ ആര് ചതിച്ചാലും ഞാൻ സമയം കൃത്യം 10 മണിയായി. കൃത്യം 10 മണിയായി. നോക്ക്, 10 മണിയാ. 9 കഴിഞ്ഞല്ലേ? ആ സാറേ, എന്റെ വാച്ച് ഓടുന്നില്ല കേട്ടോ. എന്റെ ലൈനോട് ഞാൻ ഇനി എന്നാ മറുപടി പറയൂടാ. അവര് കഴിഞ്ഞ മാസം എനിക്ക് ബർത്ത്ഡേക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റ് ആയത്. അത് സാറല്ലേ പൊട്ടിച്ചത്? ആ, ഞാനാ പൊട്ടിച്ചത്. പരിപാടി നിർത്തിക്കോ. അല്ല, നോക്കി ഇങ്ങോട്ട് വന്നു. ഞാൻ ഒരു കാര്യം പറയാം. 5 പൈസ ഞാൻ തരത്തില്ല. നിങ്ങളെ കുഴപ്പമില്ല. ആ പാട്ടുകാരൻ നേരത്തെ വന്നിരുന്ന ഈ വിഷയം വല്ലതും ഉണ്ടായിരുന്ന ഞാൻ പൈസ തരത്തില്ല. ഞാൻ പറയുന്നത് ബുദ്ധി വേണം. ഈ കണ്ണും തടിയും വെച്ചോണ്ട് കാര്യമില്ല. പുള്ളി എന്തിനാ ഇവിടെ കിടന്ന് കളിക്കുന്നതെന്ന് അറിയാം. വല്ല ചില്ലറ കൊണ്ട് കൊടുക്ക്. പൈസക്ക് വേണ്ടിയാണോ? പിന്നല്ലേ 500 ഇങ്ങോട്ട് കൊടുത്തു നോക്കാം. സമയം പുള്ളി ഭയങ്കര ചൂടാണ്. പുള്ളിയുടെ ആ മാടത്തിൽ ചേച്ചി മടങ്ങി ഇങ്ങോട്ട് വന്നൊരു കാര്യം പെട്ടെന്ന് തന്നെ കെട്ടിപ്പറക്കണം. എല്ലാം കെട്ടിപ്പറിക്കാം. അതെ, ഗാനമേള തുടങ്ങാനായി. സാറേ സമയത്തിന്റെ കാര്യത്തിൽ കൃത്യം ഇഷ്ടമുള്ള ആളാണ്. സമ്മതിക്കില്ല. മനസ്സിലായി. അത് എങ്ങനെയെങ്കിലും സാറിന്റെ കൊടുത്ത് ഇതൊന്ന്. പക്ഷെ സാർ ഇതൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കും. 2 മണിക്കൂർ ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കി തരാണെങ്കിൽ. ഐഡിയ ഉണ്ട്. സാറിനെ മയപ്പെടുത്താനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സാറ് ഭയങ്കര സംഗീത പ്രേമിയാണ്. സാറിന് പാട്ട് പാടാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി. ഈ പന്തൽ അഴിച്ചു കെട്ടണം വരെ സാറ് നമ്മളെ കൂടെ നിൽക്കും. പന്തൽ പണി അറിയാം. തല്ലെന്ന് പ്രോഗ്രാം തീരുന്നവരെ സാറ് നമ്മുടെ കൂടെ നിന്നോളും.